ചെന്നിത്തല 5 കൊല്ലം പ്രതിപക്ഷ നേതൃസ്ഥാനം കഴിഞ്ഞിട്ട് 2021 തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ചെന്നിത്തലയാണല്ലോ പാർട്ടിയെ നയിക്കേണ്ടത്, ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും. പക്ഷേ ആ സമയത്ത് ചില കുബുദ്ധികൾക്ക് ഒരു സംശയം തോന്നും, ചെന്നിത്തല മതിയോ പാർട്ടിയെ നയിക്കാൻ മീൻസ് ഇനി വരുന്ന മന്ത്രിസഭ ഉണ്ടാക്കാനെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെ, സാധാരണയിൽ 5 കൊല്ലം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടാവും. അവർ പറയുന്നു അല്ല ചെന്നിത്തല പോരാ എന്ന് പറഞ്ഞിട്ട് ഒരു 10 അംഗ കമ്മിറ്റി ഉണ്ടാക്കുന്നു. കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉമ്മൻചാണ്ടിയെ തിരിച്ചു വിടും. ഉമ്മൻചാണ്ടിക്ക് അപ്പോഴത്തേക്ക് തീരെ വയ്യാത്ത അവസ്ഥയിലെത്തി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായി. അത് അതിന് മുമ്പത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെ പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു. അങ്ങനെ തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ തിരിച്ചു വിട്ടുന്നു ഈ 10 അംഗ കമ്മിറ്റിയുടെ ചെയർമാനാക്കിയിട്ട് ചെന്നിത്തല എല്ലാം നയിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാവും, ഇവർ വീണ്ടും പ്രതിപക്ഷത്താവും. അപ്പോൾ ആരും ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുന്നില്ല, ഇതൊക്കെ പല താല്പര്യക്കാരാണ് ഇതിന് പുറകിലുള്ളത്. ചെന്നിത്തലയുടെ പിടിപ്പില്ലായ്മ കൊണ്ടാണ് പോയത് എന്ന അഭിപ്രായം വരുന്നു. അതുകൊണ്ടുമല്ല പോയത്, കൊറോണ ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരു അന്തരാള ഘട്ടത്തിൽ ജനങ്ങൾ ഭയചകിതരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശക്തനായ ഒരു ഭരണാധികാരി വേണം എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ LDF വോട്ട് ചെയ്യും, രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാവും. ആ സമയത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും ചെന്നിത്തലയെ തന്നെ പരിഗണിക്കും. നോർമലി ചെന്നിത്തല തന്നെയാണല്ലോ വരേണ്ടത്. ഇപ്പോൾ കരുണാകരൻ്റെ നേതൃത്വത്തിൽ എത്ര തിരിച്ചടി ഉണ്ടായപ്പോഴും കരുണാകരൻ തന്നെയാണ് പാർട്ടിയെ നയിച്ചത്. ആൻ്റണിയുടെ സമയത്ത് ആൻ്റണിയാണ് നയിച്ചത്. പക്ഷേ ചെന്നിത്തലയ്ക്ക് ആ രീതിയിലുള്ളൊരു ഫെയർ പ്ലേ കിട്ടുന്നില്ല, ഒരു ന്യായമായ പരിഗണന അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ടാണ് പോയത് എന്ന ഒരു നറേറ്റീവ് വരും. അതുപോലെ KPC പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ചും ഇതുപോലെ അഭിപ്രായം വരും. അങ്ങനെ ആ സ്ഥാനത്തേക്ക് സുധാകരൻ KPC പ്രസിഡൻ്റായിട്ടും VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടും വരും. അതിനെന്തൊക്കെയോ സെലക്ഷൻ പ്രോസസ്സ് നടത്തിയെന്നാണ് പറഞ്ഞത്. AICC നിരീക്ഷകർ ഇവിടെ വന്ന് MLA ഓരോരുത്തരായിട്ട് കണ്ടു ചോദിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി പിന്തുണ കൊടുത്തത് ചെന്നിത്തലക്കായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം MLA പിന്തുണച്ചത് സതീശനെ ആയിരുന്നു.